بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين أما بعد. जहां में अहल ईमान सूरत खुर्शीद जीते हैं, इधर डूबे उधर निकले उधर डूबे इधर निकले. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, എന്റെ സ്നേഹനിധികളായ സഹോദരങ്ങളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ ജന്നാത്തിൽ ഫിർദൗസിൽ നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ ഒരു സദസ് സ്വർഗ്ഗപൂങ്കാവനമാക്കി അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം, നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടം വളരെ മോശമായിട്ടുള്ള കാലഘട്ടമാണ്. നാമും നമ്മുടെ മക്കളും, പ്രത്യേകിച്ച് കലാലയത്തിൽ പോകുന്ന, കോളേജുകളിൽ പഠിക്കുന്ന നമ്മുടെ മക്കൾ, അവരെന്നും കേട്ടുകൊണ്ടിരിക്കുന്നത് പാശ്ചാത്യ മൂല്യങ്ങളും അവരുടെ ആശയങ്ങളുമാണ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ മനസ്സിൽ കയറുന്നത് ഇക്വാലിറ്റിയാണ്, അവരുടെ മനസ്സിൽ കയറുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ്. അങ്ങനെയുള്ള പാശ്ചാത്യ മൂല്യങ്ങളാണ് ഇന്ന് നമ്മളിലും നമ്മുടെ മക്കളിലും മുൻകൂടി വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഭയാനകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് നമ്മുടെ മക്കളുടെ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരു ആശയം വന്നുകൂടാൻ കാരണം. 1947 ആഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നാൽ ഇന്നും അവർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? നമ്മുടെ ആശയങ്ങളെ, നമ്മളുടെ മനസ്സിൽ എന്ത് ചിന്തിക്കണമെന്ന് ഇന്നും ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അവർ പോയത് അവരുടെ ജസദ് മാത്രമാണ്, അവരുടെ ശരീരം മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പോയത്. പക്ഷേ അവരുടെ ആശയങ്ങളോ അവര് ഉന്നയിച്ച സംസ്കാരങ്ങളോ ഇവിടെ നിന്ന് പോയിട്ടില്ല. അത് ഇപ്പോഴും നമ്മളിലൂടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നും നാം ബ്രിട്ടീഷുകാരുടെ, യൂറോപ്പുകാരുടെ അടിമകളാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും ഇന്നും നമ്മൾ അവരുടെ ആചാരങ്ങളും അവരുടെ അനുഷ്ഠാനങ്ങളും കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നാം അവരുടെ അടിമകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇസ്ലാം എന്നുള്ള പരിപാവനമായിട്ടുള്ള ഒരു മതം, ആ ഒരു മതത്തിൽ ഇത്രയും നല്ല ഒരു മൂല്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് നാം അവരുടെ മൂല്യങ്ങളെയും അവരുടെ ആശയങ്ങളെയും കടമെടുക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായം മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി, ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള മന്നു വസ്സൽവ വേണം, സ്വർഗീയ ഭക്ഷണമായ മന്നു വസ്സൽവ വേണം. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ സമുദായത്തിന് അവർ ചോദിക്കുന്നത് നൽകണേ, അല്ലാഹുവിനോട് ചോദിച്ചു. അല്ലാഹു അത് നൽകി. അങ്ങനെ അവർ സുഖാസ്വാദനത്തിന്റെ ലോകത്ത് ജീവിക്കുകയാണ്. മന്നു വസ്സൽവ ഭക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സമയത്ത്, അത് കഴിഞ്ഞപ്പോൾ, അത് ഭക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ചോദിക്കുന്നു, ഞങ്ങൾക്കിത് മടുത്തു, ഞങ്ങൾക്കിനി പച്ചക്കറിയാണ് വേണ്ടത്. അപ്പോ മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഖൈറിന് പകരമായി കൊണ്ട് അതിന് താഴെയുള്ള ഖൈർ അല്ലാത്തതാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഖൈറിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് മന്നു വസ്സൽവയുണ്ട്, സ്വർഗീയ ഭക്ഷണങ്ങളുണ്ട്. അത് ഭക്ഷിക്കുമ്പോ അതിന് പകരമായി കൊണ്ട് അതിനും താഴെയുള്ളതാണോ നിങ്ങൾ ചോദിക്കുന്നത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. നമ്മുടെ ഇസ്ലാമിന്റെ മൂല്യങ്ങൾ അത് വലിയതാണ്. അതിന്റെ മൂല്യങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ആ വലിയ ഹൈറായിട്ടുള്ള, നമ്മുടെ സമൂഹത്തിന് നന്മയുള്ള ആ മൂല്യങ്ങൾക്ക് പകരമായി കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് അതിനും താഴെയുള്ള പാശ്ചാത്യ ലോകത്തിന്റെ മൂല്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് നാം ഏതിലാണോ ഉള്ളത് ആ ഉള്ളതിന്റെ വിലയറിയാത്തത് കൊണ്ടാണ്. നമുക്ക് നമ്മുടെ ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്.
ഇസ്ലാമിന്റെ മൂല്യങ്ങൾ എന്തിനാണ്, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ബോധ്യം നമ്മുടെ അടുത്തില്ലാത്തത് കൊണ്ടാണ് നാം ബാക്കിയുള്ളവരുടെ പാശ്ചാത്യ ലോകത്തിന്റെ ആശയങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാം സൂക്ഷിക്കേണ്ട കാര്യമല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്തിന് ശേഷം അവിടുത്തെ സ്വഹാബി വര്യന്മാരോട് പറയുന്ന കാര്യമാണ്, ബുഇസ്തു, ഞാൻ അയക്കപ്പെട്ടത് ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഈ ഭൂമിയുടെ, ഈ ലോകത്തിന്റെ സംസ്കാരം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭൂമിയുടെ, ഈ ലോകത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയക്കപ്പെട്ടത്. നമുക്കറിയാവുന്ന കാര്യമാണ്, ജാഹിലിയ കാലഘട്ടത്തിൽ അനാചാരങ്ങൾ അനുഷ്ഠിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. അതേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഞാൻ ഈ സമൂഹത്തിന്റെ, ഈ ലോകത്തിന്റെ നന്മക്ക് വേണ്ടിയിട്ടാണ് വന്നത്. അവരുടെ ആചാരങ്ങളെയും അവരുടെ അനുഷ്ഠാനങ്ങളെയും മാറ്റാൻ വേണ്ടിയിട്ടാണ്, നല്ലതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. നമ്മുടെ ഇസ്ലാമിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇസ്ലാം കേവലം ഒരു മതമല്ല, മറിച്ച് ഇസ്ലാം ഈസ് ദ വേ ഓഫ് ദ ലൈഫ്, നമ്മുടെ ജീവിത മാർഗമാണ്. കേവലം ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നത് ഇബാദാത്തുകൾ മാത്രമാണോ? അല്ലല്ലോ. ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നത് അവൻ നിരന്തരമായി ഇടപാടുകൾ ചെയ്യുന്ന ഇടപാടുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇബാദാത്തുകൾ, ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം എടുത്തു നോക്കുമ്പോൾ ഇബാദാത്തുകൾ എന്നുള്ളത് നമ്മുടെ നോമ്പിനെ കുറിച്ച് പറയുന്നതും നിസ്കാരത്തെ കുറിച്ച് പറയുന്നതും സക്കാത്തിനെ കുറിച്ച് പറയുന്നതും ഹജ്ജിനെ കുറിച്ച് പറയുന്നതും അത് നമ്മുടെ കർമ്മശാസ്ത്രത്തിന്റെ 4/1 മാത്രമാണ്. അതിനുശേഷം പറയുന്ന കാര്യങ്ങൾ എന്താണ്? മുആമലാത്തുകൾ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ മുആമലാത്തുകളിൽ നമ്മുടെ ഇടപാടുകളെ കുറിച്ച് പറയുന്നു. മൂന്നാമതായി പറയുന്നത് മുനാക്കഹാത്താണ്, നമ്മുടെ നിക്കാഹിന്റെ, കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. നാലാമത് പറയുന്നു ജിനായാത്ത്, ക്രൈംസിനെ കുറിച്ച്, കുറ്റകൃത്യങ്ങളെ കുറിച്ച്, കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ പെരുമാറണത്തെ കുറിച്ച്, അതെല്ലാം നമ്മുടെ ഇസ്ലാമിൽ ചർച്ച ചെയ്യുന്നുണ്ട്. കേവലം ഒരു ഇബാദാത്തുകൾ മാത്രമല്ല. പക്ഷേ ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് മുഖ്യമായും വേണ്ടത് ഇബാദാത്തുകളാണ്. എന്നാൽ കൂടി ഇസ്ലാം എന്നുള്ളത് ബാക്കിയുള്ള ആ മുഅ്മിന് ജീവിക്കുന്ന ജീവിത സാഹചര്യം, അവന്റെ സോഷ്യൽ ബീയിങ് എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അവനക്ക് എന്തൊക്കെ അവൻ ജീവിക്കാൻ വേണ്ടി ആവശ്യമുണ്ടോ, എന്തൊക്കെ സംസ്കാരങ്ങളാണ് അവനക്ക് വേണ്ടത്, എന്തൊക്കെ ധാർമ്മിക ബോധമാണ് അവനക്ക് വേണ്ടത്, അതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് മുആമലാത്തുകളിലേക്ക് വരാം. നമ്മുടെ ഇടപാടുകളെ കുറിച്ച്, ഇടപാടുകളിൽ ഹറാമേത്, ഹലാലേത്, എന്തുകൊണ്ട് അത് ഹറാമായി, എന്തുകൊണ്ട് ഹലാലായി, എല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് പലിശ ഹറാമാണ്. നമുക്ക് നോക്കാം ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രത്തിൽ മുഖ്യമായ ഒരു ഘടകമാണ് സക്കാത്ത് എന്നുള്ളത്. സക്കാത്തിന്റെ വാല്യൂ എന്താണ്? ഒരു സാമ്പത്തിക രീതി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മറ്റുള്ള ആളുകളിലേക്ക് നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമാണ് ഒരു നാടിന്റെ സാമ്പത്തിക നില ഉയരുകയുള്ളൂ എന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിൽ നോക്കൂ, സക്കാത്ത് സിസ്റ്റം. എന്തുകൊണ്ടാണ് സക്കാത്ത്? ഒരു മനുഷ്യന്റെ കയ്യിൽ നിശ്ചിത തുക, നിശ്ചിത വർഷം, ഒരു വർഷം പൂർണ്ണമായി എനക്കാതെ നിന്നാൽ ആ ഒരു പൈസ അവന്റെ കയ്യിൽ നിന്ന് ട്രാൻസാക്ഷനായി പോകുന്നില്ല. അപ്പോൾ ഉണ്ടാകുന്നത് സാമ്പത്തിക തകർച്ചയാണ്. അപ്പോൾ ഇസ്ലാം കൽപ്പിക്കുന്നു നിശ്ചിത ശതമാനം ബാക്കിയുള്ളവർക്കല്ല, പാവപ്പെട്ടവർക്ക്. 8 വിഭാഗം ആളുകളെ എണ്ണുന്നുണ്ട് കൃത്യമായിട്ട്. എല്ലാ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഇസ്ലാം കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ കൃത്യമായി കൃത്യനിഷ്ഠതയുള്ള ഒരു മതമാണ് ഇസ്ലാം. അങ്ങനെ നമ്മുടെ സമ്പത്ത് ബാക്കിയുള്ളവരിലേക്ക് എത്തുന്നു, അവർ അത് വിനിയോഗിക്കുന്നു. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു നാട് ഉണരുന്നു എന്നാണ് ഇസ്ലാം ഇതിലൂടെ പഠിപ്പിക്കുന്നത്. കമാൽ ഹസൻ എന്ന് പറയുന്ന ഒരു മലേഷ്യൻ സ്കോളർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളിൽ എ റിട്ടേൺ ടു ഇസ്ലാമിക് പാരഡിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആ ആർട്ടിക്കിളോട് പറയുന്നുണ്ട് 2009 വേൾഡ് എക്കണോമിക് ക്രൈസിസ്, സാമ്പത്തിക തകർച്ച സംഭവിക്കുകയായി. അങ്ങനെ സംഭവിച്ചപ്പോൾ അന്നത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ച് പഠിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിന് സൊല്യൂഷൻ എന്താണ് പരിഹാരം? അങ്ങനെ ആ പരിഹാരത്തെ കുറിച്ച് പഠിച്ചിട്ട് അവർക്ക് അതിനെ പരിഹാരമായി നൽകിയത് അത് ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രമായിരുന്നു. ഇസ്ലാമിന്റെ
നിയമങ്ങളായിരുന്നു അന്നത്തെ ആ ക്രൈസിസിന്, അന്നത്തെ ആ പരാജയത്തിന് സൊല്യൂഷനായിക്കൊണ്ട്, പരിഹാരമായിക്കൊണ്ട് അന്നത്തെ പണ്ഡിതന്മാർ, അന്നത്തെ സോഷ്യൽ എക്കണോമിക്സ് പണ്ഡിതന്മാർ നിർവചിച്ചത്. നമുക്ക് നമ്മുടേതായിട്ടുള്ള മൂല്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, നമുക്ക് നമ്മുടെ ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അവിടെയാണ് ഈ പാളിച്ചകൾ പറ്റുന്നത്. ഇനി മുനാക്കഹാത്തിലേക്ക് വരാം. മുനാക്കഹാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നിക്കാഹുപരമായ കാര്യങ്ങൾ, കല്യാണം. ഇന്നത്തെ സമുദായത്തിൽ കല്യാണം ഒരു സങ്കല്പം മാത്രമാണ്. മതം മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു എന്നാണ് നമ്മുടെ മക്കളെയും നമ്മളെയും പഠിപ്പിക്കുന്നത്. മതം മനുഷ്യനെ ഭ്രാന്തനാക്കുന്നു. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താണ്? മതം മനുഷ്യനെ സംസ്കരിക്കുന്നു എന്നാണ്. അത് തന്നെയാണ് സംസ്കാരത്തിന്റെ മാർഗമാണ് കല്യാണം എന്നുള്ളത്. അങ്ങനെ സംസ്കാരമല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഫാദർലെസ് ചിൽഡ്രൻ എന്ന് പറയുന്ന ബുക്ക് വരേണ്ട കാര്യമില്ല. തന്തയില്ലാത്ത മക്കൾ അമേരിക്കയിലും അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും ധാരാളം മക്കളുണ്ട്. അവർക്ക് വാപ്പ ഏതാണെന്നറിയില്ല. കുടുംബം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഇടയിൽ ക്രൈംസുകൾ, കുറ്റകൃത്യങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്? കുടുംബമില്ല, സാഹോദര്യമില്ല, അവർക്കിടയിൽ ഇഷ്ടമില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ഉത്തമ സമൂഹം നമ്മുടെ മുന്നിൽ വളരുക? അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കല്യാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ. നിങ്ങൾ സിന ചെയ്യരുത്, നല്ല രീതിയിൽ കല്യാണം കഴിക്കണം. ആരെ കല്യാണം കഴിക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം, ആരൊക്കെയാണ് കല്യാണത്തിന്റെ ഇടപാടിൽ ഉണ്ടാവേണ്ടത്, എല്ലാം കൃത്യമായി പറയുന്നുണ്ട്. അതിനുശേഷം ത്വലാഖ് സംഭവിക്കുമ്പോൾ ത്വലാഖ് എങ്ങനെയാണ് എന്നുള്ളതും കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ടും മുത്തലാഖിന്റെ വിഷയം വന്നപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ പോലും എന്ത് ക്രൂരമായ മതമാണ് ഇസ്ലാം എന്ന് തോന്നിയിട്ടുണ്ടാകാം. അത് നമ്മുടെ പാളിച്ചയാണ്. എന്തുകൊണ്ടാണ് മുത്തലാഖ് എന്നുള്ള വിഷയം നമ്മൾ കൃത്യമായി പഠിച്ചിട്ടില്ല. ഇസ്ലാമിന്റെ സൗന്ദര്യം, ഇസ്ലാം എങ്ങനെയാണ് അതിനെ നിയമമാക്കിയത് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. നമ്മൾ പറയും ഒരു നാട്ടിൽ നല്ല രീതിയിൽ ട്രാൻസാക്ഷൻ ഉണ്ട്, നല്ല രീതിയിൽ റോഡ് ഉണ്ടെങ്കിൽ, അല്ലെ റോഡ് നിയമങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും അവർ നന്നായിട്ട് ഫൈൻ ഈടാക്കുന്നുണ്ട്, നല്ല നാടാണ് എന്ന് പറയും. എന്നാൽ ഇസ്ലാം എന്നുള്ളത് നമ്മുടെ ധാർമ്മിക മൂല്യങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇസ്ലാമിന് നിയമം വെച്ചൂടെ? നമ്മുടെ നാടിന് നിയമം വെക്കുമ്പോ, നാട് നിയന്ത്രിക്കാൻ വേണ്ടി ഗവൺമെന്റ് നിയമങ്ങൾ വെക്കുമ്പോ നമ്മൾ അവരെ പ്രശംസിക്കും. എന്നാൽ ഇസ്ലാമിന്റെ അടുത്തേക്ക് വന്നാലോ ഇസ്ലാം വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പറയും, നമ്മൾ വളരെ കുടുസാണെന്ന് പറയും. എന്ത് ലോജിക്കാണ് അതിലുള്ളത്? നിയമങ്ങൾ വെക്കുന്നത് ആ നാടിന്റെ, ആ സമൂഹത്തിന്റെ നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ കഴിയുന്നത്? നമ്മുടെ പാശ്ചാത്യ മൂല്യങ്ങളുടെ അടിസ്ഥാനം എന്താണ്? അവരുടെ അടിസ്ഥാനം സ്വന്തം ഇച്ഛകളാണ്. സ്വന്തം മനസ്സിന് എന്തൊക്കെ ആനന്ദമുണ്ടോ അതെല്ലാം അവനക്ക് അനുവദീനമാണ്. അതുകൊണ്ടല്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മുടെ പെൺകുട്ടികൾ പറയും ഇന്ന് ഞാൻ പുരുഷനാണ് എന്ന് പറയുന്ന കാലമാണ്. ട്രാൻസ്ജെൻഡേഴ്സ് ജെൻഡർ ശാസ്ത്രക്രിയകൾ നടത്തിയിട്ട് ഞാൻ ഇന്ന് പുരുഷനാണെന്ന് പറയുന്ന കാലഘട്ടം. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നു? സ്വന്തം മനസ്സിന് എന്തു തോന്നുന്നോ അത് ചെയ്ത് ജീവിക്കാനാണ് അവർ കൽപ്പിക്കുന്നത്. എന്നാൽ അതിനെതിരെ ഇസ്ലാം പറയുമ്പോ ഇസ്ലാമിൽ സ്വാതന്ത്ര്യമില്ല. എന്താണ് സ്വാതന്ത്ര്യം? എന്തിനാണ് സ്വാതന്ത്ര്യം? മനുഷ്യനാക്കാതിരിക്കലാണോ സ്വാതന്ത്ര്യം? അങ്ങനെയുള്ള ആശയങ്ങൾ നമ്മൾ പറയുമ്പോ നമ്മളെ കുറിച്ച് അവർ പറയും നിങ്ങൾ അന്ധവിശ്വാസികളാണ്. അപ്പോൾ നമുക്ക് തിരിച്ചു പറയാനുണ്ട്, അന്ധയുക്തിവാദമാണ് നിങ്ങൾ പറയുന്നത്. അന്ധയുക്തമാണത്. യുക്തി കൂടി കൂടി അന്ധമായി മാറിയിരിക്കുകയാണ്. ഒരു മനുഷ്യൻ, ഒരു പെണ്ണ് പറയുന്നു ഞാൻ ഇന്ന് ആണാണ്, മറ്റന്നാൾ പറയും ഞാൻ പെണ്ണ് തന്നെയാണെന്ന്. അങ്ങനെ പറയുന്ന കാലഘട്ടം. എന്താണ് അതിലുള്ള ലോജിക്ക്? നമ്മളെ ലോജിക്ക് യുക്തി കൊണ്ട് യുക്തിരഹിതമാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇസ്ലാം പഠിപ്പിക്കുന്ന കൃത്യമായിട്ടുള്ള നിയമങ്ങളാണ്. ഇസ്ലാം ഒരിക്കലും തെറ്റായ രീതിയിൽ നമ്മളെ നയിക്കുകയില്ല. കാരണം അത് ദൈവികമാണ്. ബാക്കിയുള്ള ഇസങ്ങളും ബാക്കിയുള്ള വാല്യൂസും അതെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യനാണെങ്കിൽ ഇസ്ലാമിക നിയമങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ദൈവികമായിട്ടുള്ള ശക്തി നമ്മുടെ ഇസ്ലാമിന്റെ മോറൽ വാല്യൂസിലും നമ്മുടെ സമൂഹത്തിന്റെ മൂല്യത്തിലുമുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സൂ, നമ്മുടെ ശരീരം എപ്പോഴും മോശത്തിലേക്കാണ് കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ഇബ്ലീസ് ഉണ്ട്. ആ ഇബ്ലീസ് എപ്പോഴും കൽപ്പിക്കുന്നത് മോശമായ കാര്യങ്ങളിലേക്കാണ്. അങ്ങനെ മോശമായ കാര്യങ്ങളാണ്
ബാക്കിയുള്ള ഇസങ്ങളും ബാക്കിയുള്ള വാല്യൂസും നമ്മളോട് പ്രേരിപ്പിക്കുന്നത് നീ തെറ്റ് ചെയ്യണം, നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. അത് അവന്റെ ശരീരത്തിന് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വാല്യൂസും ഇങ്ങനെയുള്ള മൂല്യങ്ങളും പാശ്ചാത്യ ലോകം പറയുമ്പോൾ നമ്മൾ അടിമപ്പെട്ടു പോകുന്നത്. നാം അറിയാതെ നമ്മൾ അതിന് അടിമപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നാം ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കുന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയമില്ല. കർമ്മശാസ്ത്രത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ജിനായാത്ത്, ക്രൈംസ്. ഒരു നാട്ടിൽ ക്രമസമാധാനത്തിന് വേണ്ടിയിട്ടാണ് നിയമങ്ങൾ വെക്കുന്നത്. കുറ്റവാളികൾ സ്വാഭാവികമാണ്. ആ കുറ്റവാളികളെ തടുക്കാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള നിയമങ്ങൾ വെക്കുന്നത്. അതും ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാമിൽ മനോഹരമായിട്ട് ഖുർആനിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫിൽ ഖിസാസി ഹയാത്ത്. ഖിസാസ് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ തിരിച്ചു കൊല്ലുന്നതിനാണ് ഖിസാസ് എന്ന് പറയുന്നത്. ആ ഖിസാസില് ഹയാത്ത് ഉണ്ട്, ജീവിതമുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെയാണ് ഒരു ഖിസാസിൽ ജീവിതം ഉണ്ടാകുന്നത്? ജീവിതം പോകുന്ന ഒരു കാര്യമല്ലേ? അതെങ്ങനെയാണ്? ഇസ്ലാം എപ്പോഴും ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. നാം ഒരാളെ കൊന്നു, ആ കൊലയാളിയെ തിരിച്ചു കൊന്നു കഴിഞ്ഞാൽ ഇനി ആ കൊലയാളിക്ക് വേറെ ആരെങ്കിലും കൊല്ലാൻ കഴിയുമോ? ബാക്കിയുള്ള കൊലപാതകങ്ങളിൽ നിന്ന് ബാക്കിയുള്ള ജീവനെ രക്ഷിക്കുകയല്ലേ ചെയ്തത്? അതുപോലെ തന്നെ ഒരു കൊലയാളിയെ കൊല്ലുമ്പോ ബാക്കിയുള്ളവർ കൊല്ലാൻ വേണ്ടി വിചാരിച്ച ആളുകൾ, തെറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ച ആളുകൾ ഈ ശിക്ഷ കണ്ടിട്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറുമ്പോൾ എത്ര ജീവിതമാണ്, എത്ര ജീവനുകളാണ് അവിടെ രക്ഷപ്പെടുന്നത്. ഇസ്ലാം കാണുന്നത് അങ്ങനെയാണ്. പക്ഷേ നാം ഇസ്ലാമിനെ വായിച്ചുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പറയും അത് തീവ്രവാദമാണ്. ഇസ്ലാമിനെ കുറിച്ച് കുപ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്തുകാലത്ത് തന്നെ ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന ഫിലിം, അതിലൂടെ പറയുന്നതും ഇസ്ലാമിനെ ഭീകരവൽക്കരിച്ചുകൊണ്ടാണ്. എന്നാലും ഇന്നത്തെ നമ്മുടെ സമൂഹം പറയും കേരളത്തിൽ ഇസ്ലാം അങ്ങനെയല്ല, കേരളത്തിൽ ഇസ്ലാം സാഹോദര്യമാണ്. അങ്ങനെയല്ല പറയേണ്ടത്. ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് സാഹോദര്യം, അല്ലാതെ കേരളത്തിലെ ഇസ്ലാം അല്ല. ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇക്റാഹല്ല. ഒരു മനുഷ്യനെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് പറഞ്ഞയക്കണമെന്ന് ഇസ്ലാം പറയുന്നില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. അത് എവിടെയാണെങ്കിലും, കേരളത്തിലെന്നല്ല എവിടെയാണെങ്കിലും ഇസ്ലാം ആരെയും നിർബന്ധിക്കുന്നില്ല. ഭീകരവാദമുണ്ടെങ്കിൽ അത് ഇസ്ലാമല്ല. ഇസ്ലാം പറയുന്നത് എപ്പോഴും സമാധാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്ക് നമ്മുടെ പെൺമക്കൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ സ്വാതന്ത്ര്യമാണോ അവർക്ക് വേണ്ടത്? അവർക്ക് പരിഗണനയല്ലേ വേണ്ടത്? നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടത് പരിഗണനയാണ്. നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടത് പരിഗണനയാണ് വേണ്ടത്. എന്തിനാണ് സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം എന്നുള്ളത് പാശ്ചാത്യ മൂല്യമാണ്. ആ മൂല്യത്തിൽ ഇപ്പോഴും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ്. ഒരു പെണ്ണാകുമ്പോൾ ഇസ്ലാം പറയുന്നത്, ഒരു ഭാര്യ ഭർത്താവാകുമ്പോൾ ഇസ്ലാം പറയുന്നത് ഭർത്താവിനാണ് ആ ഭാര്യയെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഭാര്യയ്ക്ക് എത്ര പണമുണ്ടെങ്കിലും, ഭാര്യ അധ്വാനിക്കുന്നുണ്ടെങ്കിലും ഭർത്താവിനാണ് ആ ഭാര്യയെ നോക്കേണ്ട ഉത്തരവാദിത്തം. എന്തുകൊണ്ട്? ആ ഭാര്യക്ക് മാസത്തിൽ ഒരിക്കൽ ശാരീരിക ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പുരുഷനുണ്ടോ? ആ സ്ത്രീ പ്രസവിക്കുന്നുണ്ട്, പുരുഷൻ പ്രസവിക്കുന്നുണ്ടോ? അവരുടെ ശാരീരിക പ്രകൃതി അങ്ങനെയാണ്. അവരുടെ ശാരീരിക പ്രകൃതി ലോലമാണ്. അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും സ്ത്രീകളെ ഭാരങ്ങൾ ഏൽപ്പിക്കുന്നില്ല. അവരോട് കുടുംബം പോറ്റാൻ പറയുന്നില്ല. മറിച്ച് ആരോടാണ് പറയുന്നത്? അത് പറയുന്നത് പുരുഷനോടാണ്. അവിടെ ഇക്വാലിറ്റി ആണോ വേണ്ടത്? അല്ല, അവിടെ വേണ്ടത് ജസ്റ്റിസ് ആണ്, നീതിയാണ് വേണ്ടത്. അവിടെ സ്ത്രീകൾക്ക് നീതി എന്താണ്? അവിടെ നീതി സ്ത്രീകൾക്ക് കുടുംബം പോറ്റാനുള്ള ഉത്തരവാദിത്വം കൊടുക്കാതിരിക്കലാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു പെണ്ണ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ, സ്വന്തം കുടുംബം നോക്കുന്നുണ്ടെങ്കിൽ അതാണ് വലിയത്, അതാണ് പവർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല മനസ്സിലാക്കുന്നത്. അത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. ഇസ്ലാമിനുള്ള ഓരോ നിയമങ്ങളും സ്ത്രീകൾ ഇങ്ങനെയാവണം, അങ്ങനെയാകണം, പുരുഷന്മാർ ഇങ്ങനെയാവണം, അങ്ങനെയാകണം എന്നെല്ലാം ഇസ്ലാം പറയുന്നതിൽ എന്തുകൊണ്ടാണ് ഇസ്ലാം പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കുമ്പോൾ ബാക്കിയുള്ള ആശയങ്ങളെ നമ്മൾ ആധാരമാക്കരുത്. ഇസ്ലാമിക ചട്ടക്കൂടിൽ തന്നെ നമ്മൾ അത് ചിന്തിക്കണം. എന്നാൽ അതിന്റെ യുക്തിയും അതിന്റെ മേന്മയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഉഖറവിയായ പണ്ഡിതന്മാരായി മാറ്റുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പാപങ്ങളും പുറത്ത് തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ, തെറ്റേത് ശരിയേതെന്ന് തിരിച്ചറിവോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ.
കലാലയങ്ങളിൽ പോകുന്ന നമ്മുടെ മക്കളെ കൃത്യമായി കൊണ്ട് നമ്മൾ വീക്ഷിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും നാം ചെയ്യേണ്ടതാണ്. അനിവാര്യമായ ഘടകമാണ്. മതനിരാസം വരുന്ന കാലഘട്ടമാണ്. അള്ളയില്ല എന്ന് പറയുന്ന മതം ഭ്രാന്താണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആദ്യം നമ്മളും പിന്നെ നമ്മുടെ മക്കളെയും നാം സൂക്ഷിക്കണം. നമ്മൾ തന്നെ ആ ആശയങ്ങൾക്ക് അടിമപ്പെടരുത്. നമ്മൾ സ്വന്തം സൂക്ഷിച്ചുകൊണ്ട് ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കുക, അതിനുശേഷം നിങ്ങളുടെ കുടുംബത്തെയും സൂക്ഷിക്കുക. നമ്മൾ ആദ്യം നന്നാവണം. നമ്മൾ നിസ്കരിക്കണം, നമ്മളെ ഇബാദത്തുകൾ ചെയ്യണം, എന്നിട്ടാണ് നമ്മുടെ മക്കളെ നന്നാക്കേണ്ടത്. നമ്മൾ പള്ളിയിൽ വരണം, എന്നിട്ടാണ് നമ്മുടെ മക്കളെ പള്ളിയിൽ വരുത്തേണ്ടത്. ഞാൻ മദ്രസയെ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു, നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ആ വിദ്യാർത്ഥി നിസ്കരിച്ചിട്ടില്ല. പിന്നെ ഞാൻ ചോദിച്ചത്, വാപ്പ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന പറഞ്ഞത്. ഉമ്മ നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ലാന്ന പറഞ്ഞത്. പിന്നെ ആരാ നിസ്കരിച്ച വീട്ടില്? വല്യമ്മ നിസ്കരിക്കാറുണ്ട്. എന്ത് ബോധമാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്? നമ്മൾ നന്നാവാതെ, നമ്മൾ നിസ്കരിക്കാതെ, നമ്മൾ നോമ്പ് നോൽക്കാതെ മക്കൾ പിന്നെ നന്നാവോ? ഇല്ല. നാം മരിച്ചു പോകുമ്പോ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ട് എന്റെ ഉപ്പയെ കാക്കണേ, എന്റെ ഉമ്മയെ കാക്കണേ എന്ന് പറയാൻ നമ്മുടെ മക്കളെ നാം സജ്ജീകരിക്കണ്ടേ? അതിന് നാം നന്നാവണം. എന്നിട്ട് നമ്മുടെ മക്കളെ നന്നാക്കണം, നമ്മുടെ സമുദായത്തെ നന്നാക്കണം, നമ്മുടെ നാടിനെ നന്നാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. RCCയിൽ ട്രീറ്റ്മെന്റ് നടത്തുന്ന ഒരു സഹോദരൻ വളരെ പ്രയാസത്തിലാണ്. ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായിട്ടുള്ള ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ ആണ്ട് ദിനങ്ങളാണ് വരുന്ന ദിവസങ്ങളിൽ. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗ പൂന്തോപ്പാക്കി മാറ്റുമാറാകട്ടെ. ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മളെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഒരു കുട്ടിയുടെ കാലോപ്പറേഷനാണ്. ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അൻസുർനാ വൻസുർ മൻ നസറനാ വൻസുർ മൻ നസറ മആഹിദനാ യാ ഖൈറൻ നാസിരീൻ വഫ്തഹ് ലനാ വലഹും യാ ഖൈറൽ ഫാത്തിഹീൻ വർസുഖ്നാ വഇയ്യാഹും യാ ഖൈറർ റാസിഖീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.